നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തിൻ്റെ സർവനാശം കണ്ടിട്ടേ നരേന്ദ്രമോദി സ്ഥാനമൊഴിയുകയുള്ളൂ എന്ന ചോദ്യം പ്രിയങ്ക ആവർത്തിക്കുകയാണ്. നിരവധിയായ രാജ്യക്ഷേമ പദ്ധതികൾ വകമാറ്റി ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് റിസർവ് ബാങ്ക് തന്നെ പുറത്തുവിട്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി വ്യാജ പണമൊഴുക്ക് നടക്കുന്നു. ഈ രാജ്യത്തെ കൊമേഴ്ഷ്യൽ മേഖലയെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ പബ്ലിക് സെക്ടറുകളെ മുഴുവൻ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയങ്ക വീണ്ടും വ്യക്തമായി രംഗത്ത് വരികയാണ്. നമുക്കറിയാം, നിലവിൽ അവർ ഒരു MP തന്നെയാണ്. അവർ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. എന്നാൽ അവരെയും പ്രധാനപ്പെട്ട മറ്റു നേതാക്കളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP പല കളികൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ താൽക്കാലികമായി വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ എക്കാലത്തേക്കുമില്ല. പ്രിയങ്ക പറഞ്ഞു വരുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന ധനമാഫിയയെക്കുറിച്ച് തന്നെയാണ്. വൻകിട കൊള്ള, കോർപ്പറേറ്റ് കൊള്ള, ഈ രാജ്യത്തെ പൊതുഖജനാവ് മുഴുവനായി BJPയിലേക്ക് കൃത്യമായി പണം ഒഴുക്കാൻ വേണ്ടിയുള്ള ഒരു ചാനൽ, അതല്ലെങ്കിൽ കൃത്യമായ ഒരു സംവിധാനം ഈ രാജ്യത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതായത് പൊതുഖജനാവിൽ വന്ന് നിറയുന്ന ഫണ്ട് BJPയിലേക്ക് എത്തിക്കുന്ന കളികൾ. പ്രിയങ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിരവധിയായ സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച വ്യക്തിയാണ്. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇക്കുറി പ്രിയങ്കയ്ക്ക് അടിതെറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഇല്ലീഗലായിട്ടുള്ള ഫണ്ടിങ്ങിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളെ പൊളിച്ചെടുക്കാൻ വീണ്ടും അവർ രംഗത്ത് വരികയാണ്. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസ് കേരളത്തിലും അസ്സാമിലും ഈ രണ്ടിടത്തും കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പടിപടിയായി ഓരോ സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് എത്തിച്ചാൽ, അതല്ലെങ്കിൽ അധികാരം ലഭിക്കുന്ന മുറയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. BJP അഥവാ NDA ഇന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കെട്ടും മട്ടും നോക്കിയാൽ അറിയാം, സഖ്യകക്ഷിയായി BJP അധിക നാൾ ഒരു സംസ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും BJP ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ദീർഘനാളത്തെ ശ്രമങ്ങളാണ്. അത് ഏത് വളഞ്ഞ വഴിയിലൂടെയും അവർ സാധിച്ചെടുക്കുന്നുമുണ്ട്. അതുപോലെ മറ്റ് കളികൾ, MLA-മാരെ ചാക്കിട്ട് പിടിക്കൽ, അതിനുവേണ്ടി ഫണ്ട് തയ്യാറാക്കൽ എല്ലാം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാൻ പല നേതാക്കളെയും ഓരോ സംസ്ഥാനത്ത് വിന്യസിച്ചെങ്കിലും അതിനെ മൊത്തത്തിൽ ക്രോഡീകരിക്കാൻ പ്രിയങ്കയ്ക്ക് ചുമതല നൽകുകയാണ്.